ഹലോ. അപ്പോൾ ഇന്ന് കുറേ ആയല്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ എണിച്ച് കാണും ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം ഓടിപ്പോയി മൊബൈലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഷൂട്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് മുറ്റെല്ലാം അടിച്ചു വാരി എല്ലാം ആയിട്ട് ചായ എല്ലാം കുടിച്ച് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ചു. ചമ്മന്തി ഉണ്ട്, പിന്നെ ഇന്നലത്തെ മീൻ കറിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് കുറേ കഴിഞ്ഞ് പിന്നെ ഇത് പണിയൊക്കെ ആയി. ഒന്നും വീഡിയോ ഒന്നും ഷൂട്ടാക്കാനായില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടെ ഒരു ചേച്ചി ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ കുട്ടീനൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ ഇവിടെ പുഴയ്ക്ക് വന്നു. കാവേരിപ്പുഴയാണ്. അപ്പോൾ ഇത് കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് കാവേരിപ്പുഴയ്ക്ക് വന്നു. കാവേരിപ്പുഴയ്ക്ക് എപ്പോഴും ഇവിടെ അവിടുന്ന് മടക്കരയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയാൽ ഇവിടേക്ക് വിസിറ്റ് അടിക്കാണ്ട് വരുകയില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റൊക്കെ ഇവിടേക്ക് വന്നിട്ടായിരുന്നു തുണിയൊക്കെ അലക്കുമായിരുന്നു. ആ കല്ലിൽ വെച്ച് തുണിയെല്ലാം അലക്കുന്നുണ്ടായി. ഇപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ അലക്കും. പിന്നെ അക്കരെ ഫോറസ്റ്റ് ആനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കുറച്ച് ഇരുട്ടാകുമ്പോൾ എന്താക്കും, ആന അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് പോയ താണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ തോട്ടത്തിലേക്കൊക്കെ കയറും. ആ ചക്ക സീസണൊക്കെ ഉണ്ടെങ്കിൽ തോട്ടത്തിലേക്കൊക്കെ കയറും. പിന്നെ ഇവിടെ നല്ലൊരു പ്ലേസാണ്, നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ്, നല്ല ഗ്രീനറി ആയിട്ടുള്ള പ്ലേസ് കേട്ടോ. എല്ലാവരും ചില ആൾക്കാരൊക്കെ വന്ന് പാർട്ടിയൊക്കെ ആക്കി അവിടെ തന്നെ എല്ലാ പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഇതങ്ങനെ അവിടെയും പ്ലാസ്റ്റിക്കും കുപ്പികളും ഇതൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ ഇത് ആനയ്ക്കൊക്കെ ആ സൈഡിലേക്ക് കിടക്കാന്ന് അങ്ങനെ ആക്കിയതാണ്. പക്ഷേ ആനയ്ക്ക് അതൊന്നും കയറിയില്ല. ആന കയറി വരും വൈകുന്നേരം ആകുമ്പോൾ, അതൊക്കെ ഒടിച്ച് കയറി വരും. അപ്പോൾ ഇത് അവിടെ വല്യമ്മൻ്റെ വീട് അവിടെ തന്നെ അടുത്ത് തന്നെയായിരുന്നു. വല്യച്ഛൻ്റെ വീട്, അച്ഛൻ്റെ ഏട്ടൻ്റെ വീട് അവിടെ തന്നെ താഴോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വല്യച്ഛനുണ്ടായി. അപ്പോൾ അങ്ങനെ കുറച്ച് വല്യമ്മയുണ്ടായി, വല്യച്ഛനുണ്ടായിട്ടില്ല, വല്യമ്മയുണ്ടായി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വാക്കെല്ലാം പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ തൊട്ടാവാടി കണ്ടു. അപ്പോൾ ഞാൻ അന്നെപ്പോഴും ഒരിക്കൽ കാണിച്ചു കൊടുത്തായിരുന്നു, ഇങ്ങനെ ഇതിങ്ങനെ ഇതായിപ്പോവും. അവൾ അതും പിടിച്ച് ഇങ്ങനെ തോണ്ടി ഇതാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പുഴയ്ക്കലൊരു വിസിറ്റെല്ലാം കൊടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ, ഇപ്പോൾ 5-6 ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ മതി, മാനി ഒരു ഫോസൊക്കെ കൊടുത്ത് സ്റ്റൈലായിട്ട് നടന്നിട്ടൊക്കെ വരും. ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതൊരു അമ്പലമായിരുന്നു, ചെറിയ ഒരു അമ്പലമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ദിവസം നിത്യ വിളക്ക് കത്തിക്കൽ അതൊന്നുമില്ല. കൊല്ലത്തിന് ഒരിക്കൽ അവിടെ ഇതാക്കുള്ളൂ. പക്ഷെ അവിടെ പെണ്ണുങ്ങൾക്കൊന്നും പോകണമെന്നില്ല, ആണുങ്ങളെന്ന്. അത് കൊല്ലത്തിന് ഒരു ദിവസം ഏതോ ഒരു ദിവസം അങ്ങനെ വന്ന് അവിടെ വിളക്കെല്ലാം കത്തിക്കും. ഒരു ടർണും കുറച്ചൊരു അപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതാണ് വീട് കേട്ടോ. ഇത് വീടിൻ്റെ ഗേറ്റാണിത്. അപ്പോൾ ഗേറ്റും കാറും അങ്ങനെ. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. അപ്പോൾ ഇത് വീട്, അത് അച്ഛൻ്റെ ബൈക്കാണ്. അപ്പോൾ അച്ഛൻ്റെ ബൈക്കത്, ഇത് ഞങ്ങളുടെ കാറാണ്. അപ്പോൾ അങ്ങനെ മാന്യ ഓയ് എന്നൊക്കെ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നേരം വന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഇത് കാണിച്ചില്ല, ചെറിയൊരു പട്ടിക്കുട്ടീനെ കാണിച്ചില്ല, കുസൃതിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പട്ടിക്കുട്ടിയാണ് കേട്ടോ അത് കയ്യിലിടുക. വെറൂ കുസൃതി. പിന്നെ പാവമായിരുന്നു. ഫസ്റ്റൊക്കെ നല്ല കടിക്കുമായിരുന്നു ചെറുതിലുണ്ടാകുമ്പോൾ. ഇപ്പോൾ വെറൂ പാവമായിരുന്നു. പക്ഷെ ഇതൊന്നുകൊണ്ട് ഇനിയൊരു പട്ടിയുണ്ട്. ഇത് ബ്ലാക്കി എന്നൊക്കെ വിളിക്കുകയാണ് അതിനെ. ഇപ്പോൾ ഇത് കൈസർ കേട്ടോ. ഇത് നല്ല സ്നേഹമുള്ള പട്ടിയാണ്. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ മേത്ത് ചാടും. എൻ്റെ അത്ര ഹൈറ്റുണ്ട്, നല്ല ഹൈറ്റുണ്ട് ഇത് പട്ടി. അപ്പോൾ ഇത് മേത്തേ ചാടുക ഇത്. പക്ഷെ പാവം അത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുഴയ്ക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അമ്മ പഴംപൊരിയും ചായയും റെഡിയാക്കിയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് പിന്നെ അപ്പം തന്നെ ഞങ്ങൾ മെഡിക്കലിക്ക് പുറപ്പെട്ടു. ഇവർക്ക് ഡ്യൂട്ടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ടു. ഇത് വരുമ്പോൾ പുഷ് ഇങ്ങനെ സാഡായിട്ട് ഇരുന്ന പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പുഷിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.